ത്രെഡ്സിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിൻ്റെ ഒക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ത്രെഡ്സ് പ്രൊഫൈലിൽ എങ്ങനെ നമുക്ക് വേറെ ലിങ്കുകളും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ത്രെഡ്സ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ നമുക്ക് പ്രൊഫൈലിൻ്റെ ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഡിറ്റ് പ്രൊഫൈൽ എന്നുള്ള ബട്ടൺ ഇവിടെ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലിങ്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ലിങ്കും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം വേണമെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ട് ഫ്രം ഇൻസ്റ്റാഗ്രാം എന്നുള്ളതിലും ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അപ്പം അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ കൊടുത്തിട്ടുള്ള ലിങ്കുകളും കാര്യങ്ങളൊക്കെ ഇതിലോട്ട് ആഡ് ആവുന്നതായിരിക്കും. എൻ്റെ ഇതിൽ ഒന്നും ഇല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇപ്പം ഒരു എക്സാമ്പിളിന് എനിക്ക് യൂട്യൂബിൻ്റെ ചാനലിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കണം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ താഴെ നിങ്ങൾക്ക് പ്രൊഫൈൽ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ചാനലിൻ്റെ പേരിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഇതുപോലുള്ള ഒരു പേജിലോട്ട് എത്തുന്നതായിരിക്കും. ഇവിടെ മുകളിൽ 3 ഡോട്ട്സ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഷെയർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കോപ്പി ലിങ്ക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വീണ്ടും ത്രെഡ്സ് ആപ്പിലോട്ട് വരിക. ഇവിടെ നമ്മൾ ഫസ്റ്റ് കാണുന്ന ഈ ഒരു ബോക്സിൽ ആ ഒരു ലിങ്ക് പേസ്റ്റ് ചെയ്യുക. എന്തായാലും യൂട്യൂബ് ചാനലിൻ്റെ ലിങ്കും കാര്യങ്ങളും കൊടുത്തതിന് ശേഷം ഇവിടെ മുകളിൽ ടിക്ക് ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലിങ്ക് ഇവിടെ ആഡ് ആവുന്നതായിരിക്കും. അതിനുശേഷം ഇവിടെ മുകളിൽ ഡൺ ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് സേവ് ആവുന്നതായിരിക്കും. ഇനി നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾ പോയി നോക്കിയാൽ ആ ഒരു ലിങ്കും കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ എത്തുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ത്രെഡ്സിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ വെബ്സൈറ്റിൻ്റെ ഒക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെനുവിൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.